ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിലെ എല്ലാ അഡ്മിൻസിനും ഗ്രൂപ്പിലെ എൻ്റെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം കോലദി രശസ്തവം. ആത്മസഹോദരങ്ങളെ, ഞാൻ പഠിച്ച ഒരു ചെറിയ അറിവാണ് ഇവിടെ പങ്കുവെക്കുന്നത്. എല്ലാവരും സഹകരിക്കണമെന്നാണ് അറിയിക്കുവാനുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ 1893 ആണ് കോലത്തുകര ശിവപ്രതിഷ്ഠ നടത്തിയത്. പ്രതിഷ്ഠയെ തുടർന്ന് ആ ശിവനെ ഇഷ്ടദേവനായി അംഗീകരിച്ച് ഭജിക്കുന്ന ഭക്തന്മാർക്ക് വളരെ ലളിതമായ ഒരു സ്തോത്രം രചിക്കുകയുണ്ടായി. 10 പദ്യങ്ങൾ അടങ്ങുന്ന ആ സ്തോത്രമാണ് കോലദി രശസ്തവം. ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയത് അവിടെ ഉണ്ടായിരുന്ന ഭദ്രകാളി പ്രതിഷ്ഠ എടുത്തുമാറ്റി ജന്തുബലിയും ഇല്ലാതാക്കി. അങ്ങനെ ശിവപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം ആണ് കോലദി രശസ്തവം എന്ന കൃതി ഗുരു രചിച്ചത്. കൃതിയെക്കുറിച്ച് ഗുരു പറഞ്ഞു തരുന്നത് ആ മഹാദേവനെ കുറിച്ച് തന്നെയാണ്. എല്ലാ ജഗത്തിനും ആശ്രയമായിട്ടുള്ള ആ ഭഗവാൻ ഇവ്വാറൊരു രൂപം ഭജനത്തിനു ധരിപ്പോൾ, ഇവ്വാറൊരു രൂപം, ഇങ്ങനെ ഒരു രൂപം ഭജിക്കുന്നതിന് വേണ്ടി പ്രതിഷ്ഠിച്ചു തന്നു. അപ്പോൾ യഥാർത്ഥ രൂപം എന്താണ്? അത് ബോധമാണ്, അറിവാണ്. നമ്മുടെ ഉള്ളതും ഈ പ്രപഞ്ചത്തിൽ ഉള്ളതും സകലതിലും അകവും പുറവും എങ്ങും മഹിമാവാർന്ന നീ പദമാണ് ആ മഹാദേവൻ. നമുക്ക് 1-ാം ശ്ലോകത്തിലേക്ക് കടക്കാം. കാലാശ്രയമെന്നായണയൊന്നോർക്കനുകൂലൻ ബാലാക്ഷന ധർമ്മിഷ്ഠരിലേറ്റം പ്രതികൂലൻ പാലിക്കണമെന്നെ പരിചോടിന്നു കുളത്തൂർ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ. അധർമ്മം ചെയ്യുന്നവരിൽ ഭഗവാന്റെ ആ ജ്ഞാനച്ചെന്തി മിഴികൊണ്ട്, അതായത് ആ തൃക്കണ്ണുകൊണ്ട് നാശം വിതയ്ക്കുന്നവനാണ് മഹാദേവൻ. അധർമ്മം ചെയ്യുന്നവരെ ഭഗവാൻ അകറ്റുന്നു. എന്നാൽ നാം സത്പ്രവർത്തി ചെയ്യുമ്പോൾ ഭഗവാനോട് നമ്മളെ ചേർത്ത് നിർത്തുന്നു, അടുപ്പിച്ചു നിർത്തുന്നു. നമ്മൾ തിന്മകൾ ചെയ്യുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ പൊന്തി വരുന്ന ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തെയാണ് ബാലാക്ഷന ധർമ്മിഷ്ഠൻ എന്ന് പറയുന്നത്. കാലത്തിനാശ്രയമായ ഭഗവാനോട് അടുപ്പിക്കുന്ന കർമ്മമാണ് ധർമ്മം. ഈ സകല ലോകത്തെയും നിമിഷ നേരം കൊണ്ട് സൃഷ്ടിക്കുവാനും പരിപാലിക്കുവാനും കഴിയുന്ന മഹാദേവനെ ഗുരു നമുക്ക് കാട്ടിത്തരുന്നു. ഈ കൃതിയിൽ ഒരു സാധാരണക്കാരൻ്റെ എല്ലാ പ്രാർത്ഥനയും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് പോകുമ്പോൾ, അതായത് ബാഹ്യ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ അവിടെ നിന്നും പിന്തിരിപ്പിക്കണേ എന്നാണ് പ്രാർത്ഥന. എല്ലാ ജഗത്തിനും ആശ്രയമായി വർദ്ധിക്കുന്നവനാണെങ്കിലും ഉപാസകർക്ക് ഇഷ്ടദേവനായി കോലത്തുകരയിൽ ഇരിക്കുന്നത് പോലെ ഏത് ഇഷ്ടരൂപം ധരിക്കാനും മടിയില്ലാത്തവനായ കോലത്തുകര ഭഗവാൻ ഈ ഭക്തന്റെ തിന്മകൾ നീക്കി ബ്രഹ്മാനുഗ്രഹം നൽകണം എന്നാണ്. മനസ്സിന്റെ ഏകാഗ്രതയാണ് സത്യദർശനത്തിനുള്ള ഉപായം. നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വിഷയങ്ങളുടെ പുറകെ പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നാം തെറ്റ് ചെയ്യാനിടയായാൽ അതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കണേ എന്ന് ഗുരു പറയുന്നു. ഞാൻ അധർമ്മം ചെയ്യാൻ അനുവദിക്കരുതേ എന്നാണ്. സത്യത്തെ അറിഞ്ഞുകൊണ്ടുള്ള ധർമ്മമാണ് സത്കർമ്മം. അസത്യത്തിൽ മോഹിച്ച് അല്പസുഖത്തിനായി ചെയ്യുന്നത് അധർമ്മം. അധർമ്മം ചെയ്യാതെ
സത്യബോധത്തോടുകൂടി കർമ്മങ്ങളെല്ലാം ഈശ്വര പൂജ എന്ന ഭാവനയോടെ അനുഷ്ഠിക്കാൻ കഴിവുണ്ടാകണം എന്നാണ് പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്? രോഗങ്ങൾ എല്ലാം ഇല്ലാതാക്കണം എന്ന് ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന കാമദേവനാണ് ഭഗവാൻ. അന്യായമായ കാമങ്ങളെ ദഹിപ്പിച്ച് കളയുന്ന കാമാരിയുമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ശരീരത്തിന് ബലം നൽകാൻ എന്താണ് പ്രയാസം? ശരീരത്തിനും മനസ്സിനും ബലം തരുന്നതിനോടൊപ്പം ചില ജീവിത ക്ലേശങ്ങളും ഒഴിവാക്കി തന്നാലേ സുഗമമായ ഈശ്വരഭജനം സാധ്യമാവൂ എന്നാണ് ഭക്തൻ പറയുന്നത്. കോലത്തുകര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയായ അല്ലയോ ഭഗവാൻ, ദാരിദ്ര്യ ദുഃഖം എന്നിൽ ഉണ്ടാകരുതേ. എൻ്റെ ഉള്ളിൽ അഹന്ത ഒട്ടും ഇല്ലാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. എല്ലാ ദുഃഖങ്ങളിലും വെച്ച് ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യ ദുഃഖമാണ്. ദാരിദ്ര്യം ബാധിച്ചവനും മനസ്സ് സത്യവിചാരത്തിൽ ഉറയ്ക്കുകയില്ല. കർമ്മവാസനകൾ അകറ്റി നിരന്തരമായ ഈശ്വര സ്മരണയ്ക്ക് തന്നെ പ്രാപ്തനാക്കണമെന്നാണ് ഇനി പറയുന്നത്. ചാബല്യവശാൽ ചെയ്തൊരു പാപങ്ങൾ പുറത്തൻ താപങ്ങൾ ഒഴിച്ചാളണമെന്നില്ലിനി നിത്യം. പാപാപഹമാം നിൻ പദമോർക്കായി വരണമേ, കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനേ. ഏതെങ്കിലും വിധത്തിൽ പാപങ്ങൾ ചെയ്യാൻ ഇടയായാൽ വാസനാപൂർണമായി ജീവിതത്തിൽ പല തരത്തിലുള്ള തെറ്റിലേക്ക് പോകാൻ ഇടയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയ പ്രവർത്തികൾ ക്ഷമിച്ച് കർമ്മവാസന ശമിപ്പിച്ച് രക്ഷിക്കണം. നാം ചെയ്യുന്ന കർമ്മഫലം മുഴുവനും അനുഭവിച്ച് തീരാതെയാണ് നാം മഹസിൽ മറയുന്നത്. ആ കർമ്മവാസനയുമായി വീണ്ടും ജനിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കോലത്തുകര വാഴുന്ന ആ ശിവഭഗവാൻ ഉടനെ തന്നെ ആ ലക്ഷ്യത്തിലൊക്കെ അവയൊക്കെ സത്യസ്വരൂപമാണ് എന്ന് ഭാവന ചെയ്യാനുള്ള ബുദ്ധി തന്ന് അനുഗ്രഹിക്കുക എന്ന് പറയുന്നത്. അതേപോലെ ഗുരു പറയുന്നു, ബ്രഹ്മാവിനും മഹാവിഷ്ണുവിന് പോലും പൂർണ്ണമായി തിട്ടപ്പെടുത്താൻ സാധിക്കാത്തതാണ് അവിടുത്തെ മഹിമ. എങ്കിലും എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഞാൻ പറയുന്നു. 10ാം ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? മാലുണ്ട തുരപ്പാൻ കഴിവില്ല ശിശുവിൻ്റെ, കോലിഞ്ഞു നിരർദ്ധധ്വനിയാണെൻ്റെ പുലമ്പൽ. ആലംബനമാമെങ്കിലും ആംബാസമമിന്നൻ, കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. ഒരമ്മയുടെ മുന്നിൽ കുഞ്ഞ് കരയുന്നു. ആ അമ്മയ്ക്കറിയാം കുഞ്ഞ് എന്തിനാണ് കരയുന്നത്. അതുപോലെ ഒരു ഭക്തൻ അവൻ പറഞ്ഞാലും പറഞ്ഞില്ല എങ്കിലും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. ഓരോ കാര്യങ്ങളും ഭഗവാനോട് നമ്മൾ എണ്ണി പറയേണ്ട കാര്യമില്ല, എല്ലാം അവിടുന്ന് അറിയുന്നുണ്ട്. എങ്കിലും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പുലമ്പൽ പോലെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പുലമ്പൽ പോലെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാനെ എല്ലാം നിന്നിൽ സമർപ്പിക്കുന്നു എന്നാണ് ഗുരു കോലതീ രസസ്തവത്തിലൂടെ ഏറ്റവും ലളിതമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ആത്മസഹോദരങ്ങളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗുരു ഓം.